മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയ കനവായി നീ ദേവി. Hello, 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 hello. Hello dears, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പോൾ എന്താണ് മിസ് ഇതാ നല്ല പൂക്കളുടെ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇതാ പൂന്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ മിസ് ഇത് വെറുതെ വെച്ചതല്ല. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചാപ്റ്റർ ആയിട്ടുള്ള ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്കുന്ന ചാപ്റ്ററാണ്. ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ് മക്കളെ അല്ലേ? കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ്. സോ ഓണ പരീക്ഷയ്ക്ക് വളരെയധികം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക്. സോ അതിൽ ഓണപരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു പോർഷനാണ്. കുറച്ച് ബുദ്ധിമുട്ട് ചിലർക്ക് ഫീൽ ചെയ്യുന്ന ഒരു പോർഷനുമാണ്. അതാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മൾ ഏതാണ് ടോപ്പിക്ക്, എന്താണ് ഡീറ്റെയിൽ നമുക്ക് സെറ്റായിട്ട് നോക്കാം. റെഡിഡാ? ഇതാ നോക്കിക്കോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പൂന്തോട്ടം കാണുമായിരിക്കും, ഗാർഡൻ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൂടെ നടക്കുന്നതും പൂക്കളെ കാണുന്നതും മണക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഓണം കൂടെ വരുന്ന സ്ഥിതിക്ക് പൂക്കൾക്ക് ഭയങ്കര ഡിമാൻഡാണ് അല്ലേ? അപ്പോൾ പൂക്കളുടെ ഭാഗങ്ങളെ പറ്റി അടയാളപ്പെടുത്താനുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും, നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ ഉണ്ട്, പിച്ചി ഉണ്ട്, ജമന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത് അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലവറിൽ നമുക്ക് പാർട്സ് അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇപ്പം ചെമ്പരത്തിപ്പൂവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചെമ്പരത്തിപ്പൂവ്, ആ ചെമ്പരത്തിപ്പൂവിൽ എങ്ങനെയാണ് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് എല്ലാ പ്രാവശ്യം എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഈ പോർഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആ മാർക്ക് നഷ്ടപ്പെടുത്തേണ്ട. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാടാ. എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. റെഡി? അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാർട്സ് ആദ്യം പഠിക്കണം. ഇത് പഠിക്കാൻ മിസ് ഒരു കോഡും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിരിക്കും. റെഡി? നോക്കിക്കോ, മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഏറ്റവും മുകളിൽ ആൻഡ്രീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ എന്ത് പോർഷനാന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ദളം അഥവാ കൊറോളി ഉണ്ട്. ദെൻ ഗൈനീഷ്യം എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. കാലിക്സ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. തലാമസ് ഉണ്ട്. പെഡീസൽ ഉണ്ട്. ഇത്രയും പോർഷൻസ് ആണ് ആക്ച്വലി ഉള്ളത്. എന്ന് വെച്ചാൽ കേസരപുടം എന്ന് പറയും. കേസരപുടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, കേസരി ആലോചിക്കേണ്ട. കേസരി ആലോചിച്ചാൽ ഫുഡിനെ പറ്റി ആലോചിക്കുക അല്ലേ? കേസരി എന്നൊക്കെ കേസരൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ബോയിനെ ആലോചിക്കാം. അപ്പോൾ എന്താണ്, ആൺലിംഗാവയവമാണ് കേസരപുടം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ആൻഡ്രീഷ്യം, ആൻറ്റപ്പൻ എന്ന് പറയുമ്പോൾ എന്താ, ആൻറ്റപ്പൻ ബോയ് അല്ലേ? അപ്പോൾ എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് നമ്മുടെ ആൻഡ്രീഷ്യം. ദെൻ കൊറോള എന്ന് പറഞ്ഞാൽ വിദളം എന്നാണ് വിദളം അല്ലെങ്കിൽ ദളം എന്ന് പറയാം അല്ലേ? ദളം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ പൂവിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം. ഒരു പൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഭംഗി നോക്കുക, അതിൻ്റെ ഇതളുകൾ കണ്ടിട്ടാണ് അല്ലേ? സോ അതാണത്. ദെൻ ജനിപുടം എന്ന് പറയുമ്പോൾ, ജനനി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ, ഇപ്പം സ്ത്രീകളെ പറ്റിയല്ലേ പറയാം. അപ്പം ജനിപുടം എന്ന് പറയുമ്പോൾ ഫീമെയിൽ പാർട്ടാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് നിങ്ങൾ ആലോചിക്കുക. ദെൻ കാലിക്സ് പറയുമ്പോൾ വിദളം എന്ന് പറയും. എന്താ പറയുക, വിദളം. ആൻഡ് ദെൻ പുഷ്പാസനമുണ്ട്. നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ പുഷ്പാസനമുണ്ട്. ആർക്ക്? നമ്മുടെ പൂക്കൾക്ക്. തലാമസ് ഉണ്ട്. തലയാണെന്ന് ആലോചിക്കുക, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. ദെൻ ലാസ്റ്റ് നമ്മുടെ പൂഞ്ഞെട്ട്. നമ്മൾ പിടിക്കുന്ന ഭാഗമില്ലടാ, ഒരു പൂ പിടിക്കുമ്പോൾ നെറ്റ് പിടിച്ചിട്ടല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ, ഇപ്പം നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് പോലെ എങ്ങനെ പോവുക, ഇതാ റോസാപ്പൂ പിടിച്ചിട്ട് ഇങ്ങനെയാണ് പോവുക അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കൊരു ഇഷ്ടത്തോട് കൂടിയിട്ടൊരു പൂ കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കൊടുക്കുക, അമ്മ പൂവ് പറയും. അപ്പം ഈ പിടിക്കുന്ന ഭാഗമാണ് അതിൻ്റെ പെഡീസൽ അഥവാ പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് അടയാളപ്പെടുത്താനാണ് എക്സാമിന് മിക്കവാറും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരോ ഭാഗം അടയാളപ്പെടുത്തുക. ആൻഡ്രീഷ്യം, അതുപോലെ ഗൈനീഷ്യം ആൻഡ് പെറ്റൽ, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അടയാളപ്പെടുത്തുക. പെഡീസൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ചെയ്താൽ തന്നെ പകുതി കാര്യങ്ങൾ സെറ്റായി. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിൻ്റെ ഫങ്ഷനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ദളമാണ്, കൊറോളിയാണ് എന്ന് വിചാരിച്ചോ. കൊറോളി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രൊവൈഡ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ. പൂവിന് നിറവും മണവും ആകർഷണവും നൽകുന്നത്. ഒരു റോസാപ്പൂ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് വരെ എന്താ, ആ റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് അല്ലേ? ആ ഇതളുകളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ദളം അഥവാ കൊറോള. ഒരു പൂമ്പാറ്റയ്ക്ക് വന്നിരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? മിസ് ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ വളരെ
കോയിൻസിഡൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കണ്ടോ ഫ്ലവറാണ്. ഈ ഫ്ലവർ ഇപ്പം നല്ല ഭംഗിയുണ്ട് നിങ്ങൾ പറയാനുള്ള കാരണം എന്താ, ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഇതളുകളുണ്ട് അല്ലേ, നല്ല ഓറഞ്ച് കളർ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ വേഗം നമ്മുടെ പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അതുപോലെ നല്ല അട്രാക്റ്റീവ്നെസ് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദളം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വിദളം, കാലിക്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ് ഇസ് ബട്ട് ഹോൾഡ് പെറ്റൽസ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിച്ച് നിർത്തുന്നു. ഇപ്പം നമ്മൾ കുഞ്ഞു മക്കളാവുന്ന സമയത്ത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ പാരൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുപോലെ ആ പൂക്കൾക്ക് ഒരു സംരക്ഷണം വേണം. മൊട്ടാവുമ്പോൾ പെട്ടെന്ന് അത് നശിച്ചു പോവും. അപ്പം അതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പോലെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വിദളം അഥവാ കാലിക്സ് എന്ന് പറയുന്നത്. വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ആൾ. ക്ലിയർ? ഇപ്പോൾ ഈ റോസാപ്പൂവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം വിദളം പോലെ കുഞ്ഞു മൊട്ടായിരിക്കും, ഒരു പച്ച കളറിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുറച്ച് പോർഷൻസ് കണ്ടിട്ടില്ലേ, അതൊക്കെ തന്നെ. ക്ലിയർ? അത് കഴിഞ്ഞില്ലേ, ഇനി അടുത്തതാണ് നമ്മുടെ കേസരപുട അഥവാ ആൻഡ്രീഷ്യം, ആൻറ്റപ്പൻ. ആൻറ്റപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ മിസ് പറഞ്ഞിരുന്നു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. എന്ന് വെച്ചാൽ ആൺലിംഗാവയവമാണ് കേസരപുടം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ജനിപുടം എന്ന് പറയുമ്പോൾ ഗൈനീഷ്യം, ഗേൾ എന്ന് ആലോചിക്കാം, ഗേൾ ജി. അപ്പോൾ ഗേൾ ഗൈനീഷ്യം എന്ന് ആലോചിക്കാം. ജനിപുടം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ, ദാറ്റ് മീൻസ് പൂവിലെ പെൺലിംഗാവയവമാണ് ആരെന്ന് പറയുന്നത് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് കുറച്ച് 2 പേരും കൂടി ഉണ്ട്. ഒന്ന് നമ്മുടെ പെഡീസൽ, പൂഞ്ഞിട്ട്. മിസ് പറഞ്ഞു ഇതൊരു പൂവാണെന്ന് സങ്കല്പിച്ചോ. അപ്പോൾ മിസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തരാം. ആ പിടിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പൂഞ്ഞിട്ട് എന്ന് പറയുക. അത് എന്താ ചെയ്യുന്നതാണ് മക്കളെ, ആ ഫ്ലവറിനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് നമ്മുടെ പൂഞ്ഞിട്ട് അഥവാ പെഡീസൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ലാസ്റ്റ് വണ്ണാണ് പുഷ്പാസനം അഥവാ തലാമസ്. ഹോൾഡ് എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം നൽകുന്നു. അത് സിമ്പിളായിട്ട് പഠിക്കാൻ എങ്ങനെയാണെന്നറിയോ? പുഷ്പാസനം, സിംഹാസനം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചാൽ മതി. സിംഹാസനത്തിൽ നമ്മൾ കയറി ഇരിക്കുകയല്ലേ ചെയ്യുക, അതുപോലെ നമ്മുടെ പുഷ്പാസനം ആലോചിക്കുക. പുഷ്പം ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പുഷ്പാസനം എന്ന് പറയുന്നത്. അപ്പോൾ അതും പഠിച്ചേക്കുക. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻസ് ആണ്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിനെ ഫംഗ്ഷൻ എല്ലാം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോർഷൻ തന്ന് നിങ്ങളോട് അത് അടയാളപ്പെടുത്താനും ചോദിക്കാം. സോ പഠിച്ചു വെച്ചോടാ. പൂഞ്ഞെട്ട് എന്ന് പറയുമ്പോൾ ഇതിലേതിനാ വരിക? പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ്. 1 മാർക്ക് കിട്ടിയേ. 2 നോക്കുക. ജനിപുടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗേൾ, ജനിപുടം പെൺലിംഗാവയവം. ആൻഡ് ദെൻ കേസരപുടം ആൺലിംഗാവയവം. അപ്പോൾ നമ്മൾ 3 മാർക്ക് വാങ്ങിച്ചു ഗൈസ്. പിന്നുള്ളത് പുഷ്പാസനമാണ്. പുഷ്പാസനം പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം നൽകുന്ന ആളാണ്, ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ദെൻ ദളമുണ്ട്, അത് പൂനാകർഷണവും മണവും നൽകുന്നു. വിദളമുണ്ട്, അതെന്ത് ചെയ്യുന്നു? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിച്ച് നിർത്തുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഒരു പസിൽ പോലെ തന്നാൽ നിങ്ങളത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്തോളാം. മിക്കവാറും പസിലിലേക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിക്ക് വരച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനോ അല്ലെങ്കിൽ ഓരോന്നും തന്നിട്ട് അതിൻ്റെ ഫങ്ഷൻ എഴുതാനോ ആയിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. ക്ലിയർ? അപ്പോൾ ഹോൾ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണെങ്കിൽ തലാമസ്, ആൻഡ് പെഡീസൽ ആണെങ്കിൽ കണക്ട് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്, ഗൈനീഷ്യം ആണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ആൻഡ്രീഷ്യം ആണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, കാലിക്സ് പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ്സ് ബഡ്, ഹോൾഡ് ദ പെറ്റൽസ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്, ആൻഡ് കൊറോള ഹോൾ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഇത്രയും കേസാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിച്ചു എന്നാണ് അർത്ഥം. സെറ്റല്ലേടാ? റെഡി അല്ലേ? ഒരു ആക്ടിവിറ്റിയിൽ ഒരു പകുതി മാർക്ക് എന്ന് വെച്ചാൽ ഒരു A-B എങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഇതിലോട് കൂടിയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രിക്കുകൾ വെച്ച് പഠിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ്സിനെ ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓണപ്പരീക്ഷ അടിപൊളിയാക്കണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം. So wish you all the very best. Thank you so much. Next video കാണാം. അതുവരേക്കും bye bye. See you dears.